മക്കളെ, ഈ വർഷത്തെ ക്രിസ്മസ് പരീക്ഷ ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ പോയിട്ടുണ്ടാവില്ല. എങ്കിലും പബ്ലിക് എക്സാമിൽ ഒരു ഗംഭീര കംബാക്ക് വരുത്തണം, ഒന്നും കൂടി നന്നായിട്ട് പഠിച്ചെടുക്കണം എന്ന ആഗ്രഹമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. എങ്ങനെ ആ ഒരു കംബാക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ മുന്നിലുള്ള ടൈം ലൈൻ ആണ് അഥവാ റോഡ് മാപ്പാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മളൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ എന്തൊക്കെയാണ് നിങ്ങൾ നേരിടാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തിനത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. ഓരോ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടാവും. അത് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടിയിട്ട് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് കാര്യം നമ്മുടെ ക്രിസ്മസ് വെക്കേഷനാണ്. അതായത് നിങ്ങൾ നല്ലോണം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്ന, എൻജോയ് ചെയ്യുന്ന ഓൾറെഡി. എനിക്കറിയില്ല നിങ്ങൾ എന്താ ചെയ്യുന്ന കാര്യം, എന്താണ് ചെയ്യുന്ന കാര്യം ഈ ദിവസങ്ങളിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ ഈ ഒരു വെക്കേഷനാണ് ഫസ്റ്റ് കാര്യം. അപ്പോൾ ഈ വെക്കേഷനിൽ പഠിക്കണം എന്നൊന്നും ഞാൻ പറയില്ല, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് സ്കൂളിലെ പരിപാടികളൊന്നുമില്ല, അതൊരു 9 ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ 9 ദിവസത്തിൽ എത്ര മണിക്കൂറൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എത്ര നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് എത്ര മണിക്കൂർ, അല്ലെ 2 മണിക്കൂറോ 3 മണിക്കൂറോ വീതം ഒരു ദിവസമെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, എത്ര ചാപ്റ്റർ പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യമൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. അതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ആ ഒരു 9 ദിവസം നിങ്ങൾക്ക് എന്തിനു ഉപയോഗിക്കാം, നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബാക്ക്ലോഗ് തീർക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതായത് ഉറപ്പായിട്ടും എനിക്ക് ഒരു സംശയമില്ല, നിങ്ങൾ പല ചാപ്റ്റേഴ്സും ഇതുവരെ പ്രോപ്പറായി പഠിച്ചിട്ടുണ്ടാവില്ല. അല്ലെ, ഓണപരീക്ഷയുടെ സിലബസ് ആയിക്കോട്ടെ, ക്രിസ്മസ് പരീക്ഷയുടെ സിലബസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുറേ ചാപ്റ്റേഴ്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കാതെ ഇരിപ്പുണ്ടാവും. അത് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് സമയം ഈ ഒരു ടൈമാണ്. പിന്നീട് ഒരു ടൈം ഉണ്ടാവില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മെല്ലെ മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് പഠിക്കുക? പല രീതിയിലും പഠിക്കാം. യൂട്യൂബിൽ ക്ലാസ് എടുത്ത് പഠിക്കാം, യൂട്യൂബിൽ വൺ ഷോട്ട് എല്ലാത്തിനും കിടപ്പുണ്ടായി വെച്ച് പഠിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 23 ഡിസംബറിന്. അതിൽ ജോയിൻ ചെയ്തവരാണ് അതിൽ തന്നെ പഠിച്ചു പോവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികളാണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ആ 23 ഡിസംബറിൽ തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ ക്രാഷ് ബാച്ചിലാണ് ഗുണം എന്താണ്, നിങ്ങൾക്ക് ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റും. യൂട്യൂബിലെ കുറച്ചുകൂടി ഷോർട്ട് കണ്ടന്റ് ആയിരിക്കും, ജസ്റ്റ് എക്സാം ഫോക്കസ് കണ്ടന്റ് മാത്രമായിരിക്കും. ബാച്ചിലുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽ കണ്ടന്റ് ആയിരിക്കും. പിന്നെ ലൈവ് ക്ലാസ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൻ്റെ വീഡിയോ സൊല്യൂഷൻസും ക്വസ്റ്റ്യൻ ബാങ്ക് പല കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ബാക്ക്ലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് നേരത്തെയുള്ള ചാപ്റ്റേഴ്സ് തീർക്കാത്ത ചാപ്റ്റേഴ്സ് തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം ഉപയോഗിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾ ചെയ്യാം. എനിവേ മുന്നോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ജാനുവരിയിലേ നോക്കുകയാണെങ്കിൽ നമുക്ക് ജാനുവരി മാസം മുഴുവനുണ്ട്. ആ സമയത്ത് നമുക്ക് എന്തായാലും എന്ത് ചെയ്യേണ്ടതുണ്ടാവും, നമ്മുടെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് സ്കൂളിലൊക്കെ ഇനി എടുക്കാനുള്ള ചാപ്റ്റേഴ്സ്, ബാച്ചിലൊക്കെ നമുക്ക് ഇനി എടുക്കാനുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് തീർക്കേണ്ടതുണ്ട്. അതുകൂടാതെ ബാക്ക്ലോഗ് തീർക്കേണ്ടി വരും. ബാക്ക്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതിന് മുൻപുള്ള ചാപ്റ്റേഴ്സ്, പഠിക്കാത്ത ചാപ്റ്റേഴ്സ് എന്നാൽ പഠിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സ്, അത് നമുക്ക് തീർക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി പ്രാക്ടിക്കലി പോസിബിൾ ആവണമെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു 2 മണിക്കൂർ എങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഐഡിയലി അതൊരു 3 മണിക്കൂറാണ്. മിനിമം 2 മണിക്കൂർ, 3 മണിക്കൂറിൻ്റെ അബോവ് നിങ്ങൾ സ്പെൻഡ് ചെയ്താലേ ഞാൻ ഈ പറയുന്ന ലെവലിലേക്ക് സാധനങ്ങൾ എത്തുള്ളൂ. ഓക്കെ, അല്ലാണ്ട് എല്ലാ ദിവസവും ഒരു 1/2 മണിക്കൂർ പഠിച്ചിട്ട് ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പോസിബിൾ അല്ല. വീണ്ടും എങ്ങനെ ചെയ്യുന്നുള്ള കാര്യം നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്തവരാണ് അതിൽ ക്ലാസ് ഫോളോ ചെയ്യുക. ഞാൻ അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ് ഫോളോ ചെയ്യുക. എങ്ങനെയാണെങ്കിലും അത് പോസിബിൾ ആണ്. അത് എഫേർട്ടിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവുന്നേ ഉള്ളൂ. നിങ്ങൾ യൂട്യൂബിൽ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരും. കാരണം യൂട്യൂബിലെ ക്ലാസ് മാത്രം നിങ്ങൾക്ക് മതിയാവില്ല. നിങ്ങൾ അല്ലാത്ത ചോദ്യങ്ങൾ കണ്ടുപിടിക്കാനും പ്രീവിയസ് ഇയറിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനും നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുത്താൽ പോസിബിൾ ആവുന്ന കാര്യമുള്ളൂ. ഓക്കെ, പക്ഷേ എങ്കിലും നിങ്ങൾ എന്തിൽ പഠിക്കുകയാണെങ്കിലും യൂട്യൂബിലോ അല്ലാണ്ടോ ട്യൂഷൻ ക്ലാസ്സിലോ ബാച്ചിലോ എങ്ങനെ പഠിക്കുകയാണെങ്കിലും നിങ്ങൾ 3 hours എങ്കിലും അല്ല 2 hours എങ്കിലും പഠിക്കണം. 3 hours ഐഡിയലി. അപ്പോൾ അവിടെ നമുക്ക് പഠിക്കാൻ സമയമുണ്ട്. ഇനിയാണ് കാര്യങ്ങൾ മാറാൻ പോകുന്നത്. കാരണം ഇതോടെ നിങ്ങളെ പഠിക്കാനുള്ള സമയം കഴിഞ്ഞു. പുതിയ ചാപ്റ്റേഴ്സും ഒക്കെ പഠിക്കാനല്ല, പഴയ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാനുള്ള സമയം കഴിഞ്ഞു. പിന്നീട് എന്താണ്, പിന്നീട് February 1 to 15 നമ്മുടെ മോഡൽ എക്സാം വരാൻ പോവാണ്. അപ്പോൾ മോഡൽ എക്സാമിന് വേണ്ടി ഒന്നുകൂടി റിവൈസ് ചെയ്യേണ്ടി വരും. കാരണം എല്ലാ കാര്യങ്ങളും ഈ കഷ്ടപ്പെട്ട് പഠിച്ച കാര്യങ്ങൾ പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി റിവൈസ് ചെയ്യണം. കാരണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പഠിക്കുക എന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്നാണ് പരീക്ഷയുടെ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ പരീക്ഷാ ദിവസത്തിൽ അത് ഓർത്ത് പരീക്ഷയിൽ എഴുതാൻ പറ്റണം. അതിന് റിവിഷൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് പഠിച്ചതുകൊണ്ടോ മനസ്സിലാക്കിയതുകൊണ്ടോ മാത്രം കാര്യമില്ല. അപ്പോൾ ആ റിവിഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ സമയങ്ങൾ ഉപയോഗിക്കാം. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. കാരണം ഈ വർഷത്തെ മോഡൽ എക്സാം, പബ്ലിക് എക്സാമൊക്കെ പാറ്റേൺ മാറി വരാൻ പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും കൂടുതൽ ഡിഫിക്കൽട്ടായ പേപ്പർ ആയിരിക്കും. അപ്പോൾ കൂടുതൽ പരീക്ഷയുടെ വരാൻ പോകുന്ന മോഡൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. ഒബ്വിയസ്ലി അതിൽ ചോദ്യങ്ങളുടെ പല കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി ചലഞ്ചർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ആ ചലഞ്ചർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോളോ ചെയ്യുക. യൂട്യൂബിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലായി, ഈ റിവിഷനൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ബാക്ക്ലോഗും അവസാനത്തെ ചാപ്റ്റേഴ്സും നിങ്ങൾ ജാനുവരി തന്നെ തീർക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജാനുവരിയും കൂടെ ഉള്ളൂ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ ഒരു മാസം. അപ്പോൾ പിന്നെ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ 3 മണിക്കൂർ കണക്ക് പറഞ്ഞത്. കാരണം 3 മണിക്കൂർ നിങ്ങൾ ഡെയിലി നിങ്ങൾ മിനിമം ഉപയോഗിച്ചില്ലെങ്കിൽ
നിങ്ങൾ എങ്ങനെ ഇതൊക്കെ തീർക്കാൻ പോകുന്നത്? മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇതിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ച്. സൊല്യൂഷൻ നല്ലോണം കഷ്ടപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഇതിന് കുറുക്ക് വഴിയൊന്നുമില്ല. ഫെബ്രുവരി 15 മുതൽ അങ്ങോട്ട് പിന്നെ മോഡൽ എക്സാം അതിൻ്റെ തിരക്കായിരിക്കും. അപ്പോൾ അപ്പോഴും പഠിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷെ അപ്പോഴൊരു റിവിഷൻ മോഡലുള്ള പഠനമായിരിക്കും ഉണ്ടാവും. പുതുതായിട്ടുള്ള ചോദ്യങ്ങളോ പുതുതായിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കുന്ന പ്രാക്ടിക്കൽ ഇവിടെ പോസിബിൾ ആയിരിക്കില്ല. പിന്നെ അങ്ങോട്ടൊന്നും പറയാനില്ല, പബ്ലിക് എക്സാമാണ് വരിക, അവിടെയും പുതുതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നും ഉണ്ടാവില്ല, എല്ലാം റിവിഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓൾറെഡി പഠിക്കേണ്ടിയിരുന്ന ചാപ്റ്റേഴ്സ് പഠിക്കാനും ബാക്കിയുള്ള സ്കൂളിൽ എടുക്കാനുള്ള അല്ലേ നമ്മുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞുള്ള ചാപ്റ്റേഴ്സ് 3, 4, 5 ചാപ്റ്റേഴ്സ് പഠിക്കാൻ ഈ ഒരൊറ്റ സമയം മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സമയം ബാക്കിയുണ്ടാവും. ബുദ്ധിപരമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വെക്കേഷനാണെന്ന് എനിക്ക് പറയാം, നിങ്ങൾക്ക് പറയാം, അപ്പോൾ എൻജോയ് ചെയ്യണമെന്ന് എനിക്ക് പറയാം, നിങ്ങൾക്ക് പറയാം. പക്ഷെ ആ എൻജോയ്മെൻ്റ് ഇടയിൽ കൂടെ ഒരു 3-4 മണിക്കൂറോ പെർ ഡേ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്കൊരു തോന്നൽ വരികയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. കാരണം ആ 2 മാസം മാത്രമേ നമുക്ക് എന്തുള്ളൂ, നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന റോഡ് മാപ്പ്. ആ റോഡ് മാപ്പിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇത് പ്രകാരം നിങ്ങൾ നിങ്ങളുടെ രീതിയിലൊരു പ്ലാൻ ഉണ്ടാക്കുക. ഓക്കെ, ആ പ്ലാനിൽ എന്തായാലും ഫെബ്രുവരിയോടെ നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. 1, 2, 3 ചാപ്റ്ററൊക്കെ അവിടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പെൻഡിങ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഓവറോൾ നിങ്ങളുടെ പ്ലാനിൽ ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. പിന്നീട് പബ്ലിക് എക്സാമിൻ്റെ കാര്യങ്ങൾ റിവിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ മുൻപ് നിങ്ങളുടെ എല്ലാ പഠന പരിപാടികളും തീർക്കാൻ വേണ്ടി. ഓക്കെ, അവിടെ ഇവിടെ കുറച്ച് ബാക്കി അത് ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടെന്ന് ഞാൻ എല്ലാം പറയുന്നത്. പക്ഷേ ഓവറോൾ നിങ്ങൾ അവിടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഒരു പ്ലാൻ പ്രകാരം, ഈ ഒരു ബേസിക് റോഡ് മാപ്പ് പ്രകാരം ഒരു പ്ലാൻ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാം. കൂടുതലൊന്നും ഉണ്ടാക്കാനില്ല, ഇതും കൂടി ഫോളോ ചെയ്യുക. ഈ ബാച്ചിലൊക്കെയാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു പ്ലാനും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടാവും, ടൈം ടേബിൾ ഉണ്ടാവും, ലൈവ് ക്ലാസ്സസിൽ നമ്മൾ ഷോർട്ട് നോട്ട്സ് ലൈവ് ക്ലാസ് ഉണ്ടാവും, ചലഞ്ചർ ക്വസ്റ്റ്യൻ എപ്പോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് കൃത്യമായി ഫോളോ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു കൃത്യമായ പ്ലാൻ ഉണ്ടാക്കുക. ഇത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്താൽ ഇതായിരിക്കും നിങ്ങൾ ഈ വർഷം നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വലിയ കംബാക്ക്. ഈ കംബാക്ക് പോസിബിൾ ആണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കാരണം പല കുട്ടികളും കഴിഞ്ഞ വർഷമൊക്കെ ഇതേ അവസ്ഥയിൽ ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു. +1 കുറേ കുട്ടികൾ പബ്ലിക് എക്സാമിൽ ഫുൾ മാർക്ക് കിട്ടിയ പല കുട്ടികളും ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, മാർക്കൊക്കെ ഭയങ്കര കുറവാണ്, പഠിച്ച് കഴിഞ്ഞിട്ടില്ല, ഇനി പഠിക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഭയങ്കര ആദ്യമൊക്കെയുള്ള പല കുട്ടികളും ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരു കംബാക്ക് നടത്തിയത് ഇതേപോലെ തന്നെയാണ്. ഇതേപോലത്തെ റോഡ് മാപ്പ് വീഡിയോ നിങ്ങൾ കഴിഞ്ഞ വർഷം പോയി നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും, ലൈവിലൊക്കെ കാണാൻ പറ്റും. ഇത് നമ്മൾ പറഞ്ഞത് അത് ഫോളോ ചെയ്ത് കുട്ടികൾക്ക് ഇത് ആ വലിയ ട്രാൻസ്ഫോർമേഷൻ വരുത്താനും പറ്റിയിട്ടുണ്ട്. പല കുട്ടികൾ അതിൽ ഫുൾ മാർക്ക് വരെ വാങ്ങിച്ചിട്ടുമുണ്ട്. അപ്പോൾ പോസിബിൾ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി നിങ്ങളത് ചെയ്യാൻ റെഡിയാണോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ സർ ഐ മെയ്ഡ് ദ ചോയ്സ് എന്ന് പറഞ്ഞൊരു കമൻറ്റും കൊണ്ടിടുക. അതേപോലെ തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളത് എന്താണ് ജോയിൻ ചെയ്യുക. ഓൾറെഡി ജോയിൻ ചെയ്തവരാണ് അതിലെ പ്ലാൻ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുക. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.